സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പുതിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും എല്ലാ ചോദ്യങ്ങളും പഠിച്ചിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് കമൻറ്റ് ചെയ്യാനും ഓർക്കുക. ആദ്യത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷമാണ്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ഏത് വർഷമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്? 1888. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. 1888. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു നൽകിയത് ഏത് ആശ്രമത്തിൽ വെച്ചാണ്? അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, അദ്വൈതാശ്രമം. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത് കുമാരനാശാൻ. കുമാരനാശാനായിരുന്നു SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നത്. ശ്രീനാരായണ ഗുരു തൻ്റെ അവസാന പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടാണ്. കളവൻകോടാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയത്. കളവൻകോട്. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏത്? രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. 1922 ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം? ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്ന വർഷം ഏത്? 1924. 1924 ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത്. 1924. രണ്ടാം ബുദ്ധൻ എന്ന ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര്? രണ്ടാം ബുദ്ധൻ എന്ന ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ജി ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരു സമാധിയായ തീയതി. ശ്രീനാരായണ ഗുരു സമാധിയായ തീയതി എന്ന് 1928 സെപ്റ്റംബർ 20. 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധിയായ തീയതി. 1928 സെപ്റ്റംബർ 20. ശ്രീനാരായണ ഗുരു ജനിച്ചത് ഏത് വർഷമാണ്? ശ്രീനാരായണ ഗുരു ജനിച്ചത് ഏത് വർഷമാണ്? 1856. 1856 ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856. ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത് എവിടെ വെച്ചാണ്? മരുത്തോമലയാണ്. മരുത്തോമലയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ദിവ്യജ്ഞാനം ലഭിച്ചത്. ഓപ്ഷൻ സി മരുത്തോമല. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതി ഏതാണ്?
ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച ഗുരു രചിച്ച കൃതി? ദർശനമാലയാണ് ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച ഗുരു രചിച്ച കൃതി ദർശനമാല. SNDP യോഗത്തിന്റെ മുഖപത്രം ഏതാണ്? SNDP യോഗത്തിന്റെ മുഖപത്രം വിവേകോദയമാണ് SNDP യോഗത്തിന്റെ മുഖപത്രം, വിവേകോദയം. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് വിദേശ രാജ്യം, അതായത് ശ്രീലങ്ക സന്ദർശിച്ച വർഷം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ള ഒരു വിദേശ രാജ്യം ശ്രീലങ്കയാണ്. ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ച വർഷം 1918. 1918. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞത് ആര്? ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞത് ആരാണ്? CF ആൻഡ്രൂസ് അല്ലെങ്കിൽ ദീനബന്ധു CF ആൻഡ്രൂസ്. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. ഗുരുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞത് CF ആൻഡ്രൂസ്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് എന്ന്? 1933 ജനുവരി 1 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത്. 1993 ജനുവരി 1 ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതി ഏതാണ്? നവമഞ്ജരി ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. നവമഞ്ജരി എന്ന കൃതി ശ്രീനാരായണ ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആര്? നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നടരാജഗുരുവാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ഗുരു എഴുതിയത് ഏത് ക്ഷേത്രത്തിലാണ്? ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന് തുടങ്ങുന്ന വചനം ഗുരു എഴുതിയത് ഏത് ക്ഷേത്രത്തിലാണ്? അരുവിപ്പുറം ക്ഷേത്രം. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് ഗുരു എന്ന നോവൽ രചിച്ചത് ആര്? കെ സുരേന്ദ്രനാണ് ഗുരു എന്ന നോവൽ രചിച്ചത്. കെ സുരേന്ദ്രൻ. യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? യുഗപുരുഷൻ എന്ന സിനിമ ആരുടെ ജീവിതത്തെയാണ് ആസ്പദമാക്കിയിട്ടുള്ളത്? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് യുഗപുരുഷൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഇതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? നടരാജഗുരുവാണ് ആത്മോപദേശം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. നടരാജഗുരു. ശ്രീനാരായണ ഗുരു രചിച്ച വഞ്ചിപ്പാട്ട് ഏത്? ശ്രീനാരായണ ഗുരു രചിച്ച വഞ്ചിപ്പാട്ട് ഏത്? ഗജേന്ദ്രമോക്ഷം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഗജേന്ദ്രമോക്ഷം. കേരളത്തിൽ ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ആര്? കേരളത്തിൽ ജനന മരണ ദിവസങ്ങൾ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏത്? ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം, ചെമ്പഴന്തി. ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഗുരു സ്ഥാപിച്ച ആശ്രമം? ഓം സാഹോദര്യം സർവത്ര എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഗുരു സ്ഥാപിച്ച ആശ്രമം അദ്വൈതാശ്രമം, ആലുവ.
അദ്വൈതാശ്രമം ആലുവ. ഓം സാഹോദര്യം സർവത്ര. അദ്വൈതാശ്രമം ആലുവ. ഏത് കൃതിയിലാണ് ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ളത്? ഏത് കൃതിയിലാണ്? ഏത് കൃതിയിലാണ്? ജാതി നിർണയം എന്ന കൃതിയിലാണ്. അപ്പൊ ജാതി നിർണയം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ജാതി നിർണയം എന്നത്. ജാതി ഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന വാക്യമുള്ള കൃതി ഏത് എന്ന് ചോദിച്ചാൽ ജാതി നിർണയമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ആരായിരുന്നു? ഏണസ്റ്റ് കിർക്ക്. ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ്റ്റ് കിർക്ക്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരായിരുന്നു? ശ്രീനാരായണ ഗുരുവായിരുന്നു. ശ്രീനാരായണ ഗുരുവായിരുന്നു കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി. നിർവൃതി പഞ്ചകത്തിന്റെ കർത്താവ് ആര്? നിർവൃതി പഞ്ചകം. നിർവൃതി പഞ്ചകം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. നിർവൃതി പഞ്ചകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായ വർഷം. SNDP. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത് 1903. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. 1903. വിവേകോദയം മാസികയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? വിവേകോദയം മാസികയുടെ ആദ്യത്തെ പത്രാധിപർ കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത് ഏത് ഭാഷയിലാണ്? ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ച ഭാഷ മലയാളമാണ്. ഓപ്ഷൻ സി മലയാളം. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ആലുവയിൽ വെച്ചാണ്. ആലുവ. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതാണ് അരുവിപ്പുറം വിപ്ലവം എന്നും അറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയതാണ് അരുവിപ്പുറം വിപ്ലവം എന്നും അറിയപ്പെടുന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യത്തെ കൃതിയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതിയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. 1904 SNDPയുടെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയാണ്? 1904 SNDPയുടെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്താണ്. അരുവിപ്പുറം. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിക്കാത്ത കൃതി ഏത്? ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ആത്മോപദേശ ശതകം, ജാതി നിർണയം, ദർശനമാല, കേരള സിംഹം. ഓപ്ഷൻ ഡി ആണ് ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി. നവമഞ്ജരി എന്ന കൃതി ഗുരു ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? നവമഞ്ജരി എന്ന കൃതി ഗുരു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 3 പ്രസ്താവനകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1888 ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. നെയ്യാറിൻ്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വചനം അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ രേഖപ്പെടുത്തി. ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എന്നിവ ശരിയാണ്.
1888 ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ശരിയാണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയുടെ തീരത്താണ്? നെയ്യാറിൻ്റെ തീരത്താണ് അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ജാതിഭേദം മതദേശമേതുമില്ലാതെ സർവരും എന്ന വചനം അദ്ദേഹം അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ രേഖപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നതും ശരിയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1922 രവീന്ദ്രനാഥ ടാഗോർ ഗുരുവിനെ സന്ദർശിച്ചു. 1925 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ വെച്ച് ഗുരുവിനെ സന്ദർശിച്ചു. 1916 ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ചു. ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം 1922. മഹാത്മാഗാന്ധി ഗുരുവിനെ സന്ദർശിച്ച 1925 ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ സന്ദർശിച്ചത് 1916 ആണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഗുരുവിൻ്റെ ആദ്യത്തെ സന്യാസ ശിഷ്യൻ ശിവലിംഗ സ്വാമികളാണ്. ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസ ശിഷ്യൻ ആനന്ദ തീർത്ഥ സ്വാമികളാണ്. ഗുരുവിൻ്റെ ആദ്യ യൂറോപ്യൻ ശിഷ്യൻ നടരാജ ഗുരുവാണ്. തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 3 മാത്രം. ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ആരാണ്? ഏണസ്റ്റ് കിർക്കാണ്. ഏണസ്റ്റ് കിർക്ക്. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച പ്രസ്താവനകളാണ് 3 താഴെ തന്നിരിക്കുന്നത്. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് രചിച്ച കൃതിയാണ് ദർശനമാല. ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. 1924 ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതി ദർശനമാല. ഗുരുവിൻ്റെ ആദ്യത്തെ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. 1924 ആലുവയിൽ വെച്ച് സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ജനനവും മരണവും സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന വ്യക്തി. ശരിയായിട്ടുള്ള വസ്തുതകൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ജനനവും മരണവും സർക്കാർ പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരെയും സ്മാരകങ്ങളെയും കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരുവാണ്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് തലശ്ശേരിയിലാണ്. ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവ ശരിയാണ്. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് നടരാജ ഗുരു. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1918 1926 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചു. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചു. മുനിചര്യ പഞ്ചകം എന്ന കൃതി ഗുരു രചിച്ചത് രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷമാണ്. ഓപ്ഷൻ സി 1, 2, 3. 1918 26 ഗുരു ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. 1924 സെപ്റ്റംബറിൽ വൈക്കം സത്യാഗ്രഹ കാലത്ത് ഗുരു സത്യാഗ്രഹാശ്രമം സന്ദർശിച്ചിട്ടുണ്ട്.
മുനിചര്യ പഞ്ചകം എന്ന കൃതി ഗുരു രചിച്ചത് രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷമാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. SNDP യോഗവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിതമായത്. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചത് കുമാരനാശാനാണ്. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയത്തിന്റെ ആദ്യ പത്രാധിപർ കുമാരനാശാനായിരുന്നു. ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 ശരിയാണ്. 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? കുമാരനാശാനായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ വചനങ്ങളെയും കൃതികളെയും സംബന്ധിച്ച് പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായവ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന വാക്യം ജാതി നിർണയം എന്ന കൃതിയിലേതാണ്? ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 3 ശരിയാണ്. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും എന്ന വാക്യം ജാതി നിർണയം എന്ന കൃതിയിലേതാണ്? ശരിയാണ്. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ശരിയാണ്. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ശരിയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം. താഴെ നൽകിയിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? ശിവഗിരി എന്ന പേര് ആ സ്ഥലത്തിന് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനത്തിന് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് 1928 സെപ്റ്റംബർ 20 തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം നടന്നത് 1933 ജനുവരി 1 ഇവിടെ തന്നിരിക്കുന്ന 1928 സെപ്റ്റംബർ 20 എന്നത് ശ്രീനാരായണ ഗുരു സമാധിയായ തീയതിയാണ്. അപ്പം ശിവഗിരി തീർത്ഥാടനം ആദ്യത്തേത് നടന്നത് 1933 ജനുവരി 1 ഈ 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.